ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് അതിൻ്റെ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, റിയർ ഷോക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ബെൽറ്റ് ചെക്കപ്പ്, വാട്ടർ സർവീസ്, പിന്നെ ഫ്രണ്ട് ചാട്ടം പറഞ്ഞിട്ടുണ്ട്, അതേപോലെ റണ്ണിങ്ങിൽ ഓഫായി പോവാം. ഇത്രയും കംപ്ലയിൻ്റാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ ഒരല്പം ഷോക്കപ്പിൻ്റേതായിട്ടുള്ള ചെറിയൊരു സാധാരണയിൽ ഒരു അല്പം കൂടുതലായിട്ട് വർക്കിംഗ് ഉണ്ട് ബാക്ക് സൈഡ് കേട്ടോ. അപ്പോൾ അത് ഷോക്കപ്പുമായി ബന്ധപ്പെട്ട കേസാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് തൽക്കാലം നമുക്കൊരു മേജർ കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ടില്ല. കാരണം ഷോക്കപ്പ് ഇവിടെ ലീക്ക് ആയാലൊക്കെയാണ് നമുക്കതൊരു പ്രോബ്ലം ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പുതിയ ഷോക്കപ്സർ മാറ്റി വെച്ചു എന്ന് കരുതാം, നിസ്സാര വേരിയേഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. കാരണം പ്രത്യേകിച്ച് അതൊരു എന്താ പറയുക, ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് ബാക്ക് ഷോക്കിൻ്റെ കേസ് നിലവിലായിട്ടില്ല. നമുക്കിപ്പോൾ ഏകദേശം 10,000 രൂപ വിലയുള്ള സാധനമാണ് ഈ ഷോക്കപ്പ്. അത് മാറ്റി വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അതിനുള്ള കംപ്ലയിൻറ്റ് വണ്ടിക്ക് ഇല്ല. പിന്നെ ബാക്ക് ടയർ, ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, ബ്രേക്ക് ലൈനറായാലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നിലവിൽ കേട്ടോ. പിന്നെ എയർ ഫിൽട്ടർ, ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽട്ടർ നമുക്ക് കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറാണ്. തന്നെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അത് പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം മാറ്റേണ്ടി വരുമ്പോൾ നമുക്ക് കമ്പനി ഐറ്റം ഒറിജിനൽ മേടിച്ച് നമുക്ക് റീസെറ്റ് ചെയ്യാം. കാരണം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹെഡിൽ കരിയുടെ അളവ് കൂടുതൽ വരും, പെട്ടെന്ന് ബ്ലോക്ക് ആവും എയർ ഫിൽട്ടർ. അതാണ് അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് CVT ക്ലച്ചാണ്, അത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചാണ്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ബെൽറ്റും കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കണേ, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. ക്ലച്ചിൻ്റെ ഉള്ളിൽ കിക്കർ കവറിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എയർ അടിച്ചെടുക്കാം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ തൽക്കാലം ഇപ്പോൾ അഴിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കാം. കൂടുതൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്കത് അഴിക്കാം. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റ് കേബിൾ, 2 കേബിളുകൾ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കുഴപ്പമില്ല. ചോക്ക് കേബിൾ ഇവിടെ ഒരു ചെറിയ ടൈറ്റ് തുടങ്ങിയിട്ട് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടേക്കാം. അതാണ് നമുക്ക് മെയിനായിട്ട് ആ ഭാഗത്തുള്ളൂ കേട്ടോ. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. പുതിയ ഫിൽറ്ററാണ് കിടക്കണേ. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും പുതിയ പ്ലഗ് കിടക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ബുഷൊക്കെ പുതിയതാണ് കിടക്കണേ, വലിയ കുഴപ്പമില്ല. അതേപോലെ തന്നെ ലിങ്ക് ബുഷും ഓക്കെയാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറായാലും പുതിയ ലൈനർ, വലിയ പഴക്കമായിട്ടില്ല, കമ്പനി ലൈനർ തന്നെ കിടക്കണേ. പുതിയ ലൈനറല്ല, നല്ല നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു. നിലവിൽ ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കാം. കൂടുതൽ പ്രോബ്ലം ആണെങ്കിൽ അടുത്ത സർവീസിലെങ്ങാനും മാറ്റിയിടാം. ഒരു ചെറിയ ഷെയ്ക്ക് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് ആംറോണിൻ്റെ ബാറ്ററിയാണ്. 2024 ബാറ്ററിയുടെ മോഡൽ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 9.9 വോൾട്ട് കാണിക്കുന്നുണ്ട്. 9 വോൾട്ട് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ബാറ്ററി വീക്കായി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല, സെൽഫ് അടിക്കണേനൊന്നും കുഴപ്പമില്ല, പരമാവധി യൂസ് ചെയ്യാം. നമുക്ക് അടുത്ത സർവീസിലും ഇതേപോലെ തന്നെ നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യും. കൂടുതൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കാം. സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ അത് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നമ്മൾ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് ഷോക്കപ്സിൻ്റെ കേസ് ഞാൻ വീണ്ടും പറയണം, അത് നമുക്കിപ്പോൾ പുതിയത് ഇട്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണമെന്നില്ല. അതിനുള്ള കംപ്ലയിൻറ്റ് നിലവിലില്ല. അപ്പോൾ പുതിയ ഷോക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക കേട്ടോ. വെറുതെ നമ്മൾ ആ പൈസ അടച്ചിട്ട് എന്താ കാര്യം, അതിനുള്ള കംപ്ലയിൻ്റ് ഇല്ല അതിനകത്ത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ. ഒരു 6:30-7 മണിക്ക് ആവട്ടെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും.